ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയൊക്കെ. നെഗറ്റീവ് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. ആൻഡ് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്? കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഡെവിൾ കാർഡും 3 ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ കറൻ്റ്ലി നോക്കുമ്പോൾ ഈഗോ ഉള്ളതായിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്നത്. ഓക്കെ, അതായത് മേ ബി നിങ്ങളുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടായിരിക്കാം അവരുടെ ഈഗോ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ നിങ്ങളടുത്ത് പെരുമാറുമ്പോൾ നിങ്ങൾ അവരടുത്ത് തിരിച്ച് പെരുമാറുന്നത് മീൻസ് നിങ്ങളുടെ അനുഭവം വെച്ചിട്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അവരടുത്ത് തിരിച്ച് പെരുമാറുന്നത് വെച്ചിട്ടായിരിക്കും ഈ പേഴ്സൻ്റെ ആ ഒരു ഈഗോ വരുന്നത്. ഓക്കെ, അതായത് ഇനി അവർ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ ഇപ്പം ഫുള്ളായിട്ട് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവൾ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള തോട്ട്സ് അവർക്ക് വരുന്നത്. അങ്ങനെയുള്ള കൈൻഡ് ടൈപ്പ് ഓഫ് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എത്ര ഫീലിങ്സ് വന്നിട്ടുണ്ടെങ്കിലും മീൻസ് നിങ്ങളടുത്ത് അവർക്ക് ഒരുപാട് ഫീലിങ്സ് തോന്നുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഒരു ഹൈഡ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരത് പുറത്തോട്ട് വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഒരു കടലിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സംഭവം വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഇങ്ങനെ സെൻറ്ററിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലെ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. നിങ്ങളടുത്ത് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് തോന്നുക, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള തോട്ട്സ് ഒരുപാട്, മെമ്മറീസ് ഒരുപാട് വരിക, ബട്ട് അതിനെ എവിടേക്കും പോകാൻ അനുവദിക്കാതെ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചതുപോലെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കാണുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇവർക്ക് ഈഗോ വരുന്നുണ്ട്. ആ ഈ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെമ്മറീസ് വരുമ്പോൾ അത് നിങ്ങളെ അറിയിക്കാതെ അവരൊരു ബൗണ്ടറിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഈഗോ കാരണമാണ്, പുറത്തോട്ട് അറിയിക്കുന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ പേഴ്സണെ കാണുന്ന സമയത്ത് തോന്നും അവർ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എന്നെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. അവർക്ക് തോട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ അവർ ഈ ഒരു ഈഗോ ബേസ് ചെയ്തുകൊണ്ട് അതിനെ പുറത്തോട്ട് വിടാതെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് എവിടേക്കും പോകാത്ത രീതിയിൽ. ആൻഡ് ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടീസ് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം. മീൻസ് ബ്ലാക്ക് മാജിക്കോ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പാകത്തിലുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. കാരണം 2 തേർഡ് പാർട്ടി കാർഡ് വന്നിട്ടുണ്ട്, കൺട്രോളിങ് കാർഡും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഇൻവോൾവ് ആയിട്ടുള്ള വേറൊരു വ്യക്തിനെയും കൂടി ഇവിടെ കാണുന്നുണ്ട്. സോ അവരുടെ കൺട്രോളിൽ നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടാകാം. മേ ബി നിങ്ങളെക്കാൾ മുന്നേ അറിയുന്ന വ്യക്തി ആയിരിക്കാം ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്, ബട്ട് നിങ്ങളുടെ സ്ഥാനം അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇവിടെ ഉണ്ടെങ്കിലും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇവിടെ അവരുടെ കൺട്രോളിൽ നിൽക്കുക. അതായത് ഞാൻ കുടുങ്ങിപ്പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ തന്നെ നിൽക്കേണ്ടി വരുന്നുണ്ടല്ലോ, എനിക്ക് ഇതിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ പേഴ്സണ്. ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഇറങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടിയുടെ കൂടെ ഹാപ്പിയായി അങ്ങനെ തന്നെ പോയേനെ. ബട്ട് നിങ്ങളെക്കുറിച്ചിട്ടുള്ള തോട്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് എനർജി അല്ലെങ്കിൽ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലെ ആ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ആൻഡ് അഗെയിൻ അവരുടെ ഫീലിങ്സ് എന്താണ്? ചാരിയറ്റ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രപ്പോസൽ തരാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇപ്പം
ഒരു നിങ്ങൾ മാരീഡ് അല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ തരിക. അപ്പോൾ ആ രീതിക്ക് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ വീണ്ടും ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാം. അതായത് ഈഗോ ഇപ്പോൾ അവർ വെക്കുന്നുണ്ട്, ശരിയാണ്. കറൻ്റ്ലി അവർക്ക് ഈഗോ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ബട്ട് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു മിസ്സിങ് എനർജി അവർക്ക് കടന്നു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസൽ വെക്കും എന്നുള്ളതാണ്. വരണം എന്ന് അവർ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇത് ഫുൾ കാർഡാണ്. ഇപ്പം ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ റിയൂണിയൻ പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത്. റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു പുതിയ തുടക്കം. ഓക്കെ, ഇത് സ്വീകരിക്കണോ അല്ലെങ്കിൽ ഇത് എങ്ങനെ അക്സെപ്റ്റ് ആക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഈ പേഴ്സൻ്റെ ചിന്തകൾ കൊണ്ട് അല്ലെങ്കിൽ അവരിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു മൈൻഡിലൂടെ നിങ്ങൾ നല്ല രീതിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പുതിയ തുടക്കത്തെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നത്. ഇത് ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എടുത്തുചാട്ടമായിരുന്നു ലൈഫിൽ എന്നൊരു ചിന്ത അവർക്കുണ്ട്. എല്ലാം എടുത്തുചാട്ടത്തിലൂടെ പോയതുകൊണ്ടാണ് ഇങ്ങനൊരു അബദ്ധങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നൊരു തോട്ട്സ് അവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മേ ബി ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാകാം. ഇപ്പം നിങ്ങളൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒട്ടും സെറ്റാവാത്തൊരു റിലേഷൻഷിപ്പാണ്, നിങ്ങൾക്ക് മാരേജ് കഴിക്കാൻ പറ്റില്ല, അത് ഫാമിലിയോ റിലീജിയൻ പ്രോബ്ലം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഏജ് പ്രോബ്ലം കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ അതറിയാം, നിങ്ങൾക്കും അറിയാം. ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവില്ല അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ പിന്നെ ഈ റിലേഷൻഷിപ്പ് പുതുക്കുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല. അപ്പം അത് മുന്നേ ഈ പേഴ്സൺ ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ അറിഞ്ഞിട്ടും വെറുതെ നിങ്ങളെ ചതിക്കേണ്ടി വരിക അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വലിച്ചിടേണ്ടി വരിക. അപ്പോൾ അവർ പിന്നെയും നല്ല രീതിക്ക് ചിന്തിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത്. അതിനനുസരിച്ചാണ് നിങ്ങളുടെ ആ ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള ഒരു ചിന്ത അവർക്ക് വരുന്നത്. 6 ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തരാതിരുന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പുതിയ തുടക്കം എന്ന കാർഡും അതുപോലെ തന്നെ ഈ ഷെയറിങ് കാർഡും വരുമ്പം വളരെ വ്യക്തമാണ് അവർ പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ആ വേദനയ്ക്കൊരു മരുന്നായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സ്നേഹം തരാൻ കഴിയുമായിരുന്നിട്ടും അവർ തരാതിരുന്നിട്ടുണ്ടാവും. അപ്പോൾ അതെന്തായാലും റിയലൈസ് ചെയ്യുന്നുണ്ട്, അത് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നതാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കടമായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പൈസയൊക്കെ മേടിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ്. പേജ് ഓഫ് സോർട്സ് ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നതാണ്. ഇപ്പോൾ കോൺടാക്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോളിൻ്റെ പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത് ബോട്ടം ഓഫ് ദ ഡെക്ക് കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാ കാർഡ്സിലും തന്നെ ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ കയറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ഉണ്ട്. അത് മനസ്സോടെ അവരുടെ കൂടെ മൂവ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് മൂവ് ചെയ്യേണ്ടി വരുന്ന ഒരു പേഴ്സൻ്റെ എനർജി ഇവിടെ ഉണ്ട് കേട്ടോ. അവരെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം മേ ബി പെട്ടെന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. ഇത്രയും സ്നേഹമുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടീസുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഭയന്നിട്ട് തന്നെ ആയിരിക്കാം അവർ കോണ്ടാക്റ്റിലേക്ക് പെട്ടെന്ന് വരാത്തത്. പക്ഷെ അവരിങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് എന്താ അവസ്ഥ മുന്നോട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് അവരൊരു പോസിബിലിറ്റി, റിയൂണിയൻ പോസിബിലിറ്റി കൊണ്ടുവരികയാണെന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്സിൽ കാണുന്നത്. സോ നിങ്ങൾക്ക് റീഡിങ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.